എല്ലാവരും ഹാപ്പി അല്ലേ? അതെ, ഞങ്ങളെക്കൂടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അന്നമ്മ അന്നപ്പനൊക്കെ സ്കൂളിൽ പോയി. ഇവനിന്ന് വിടണ്ടെന്ന് വിചാരിച്ചു. കാലത്ത് എഴുന്നേറ്റപ്പോൾ നല്ല മഴ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെന്ന് വിടണ്ട, കാരണം ഒന്ന് അസുഖമൊക്കെ ഒന്ന് മാറി വരുന്നല്ലേ ഉള്ളൂ. അപ്പം അവനും മടിയൊക്കെ എന്നിട്ട് ഇരിക്കായിരുന്നു. അല്ലാതൊട്ടാ മഴയത്ത് കഴിച്ചു. ഞാനവനെ ഒന്നും അസുഖം മാറ്റി എടുത്തതിൻ്റെ ഒരു പാട് നമുക്കറിയുള്ളൂ. ഉറക്കില്ല, ഭയങ്കര പാടായിരുന്നു. നമുക്ക് ഇപ്പൊ ഓക്കെ ആയി. അതിന് നാളെ ഉക്കളേ പോണ നാളെ ഉക്കളേ പോണ നാളെ പോവോ? ആ, എടുക്കാനായിട്ട് പോവോ? ടീച്ചറിന്റെ ചീച്ച പറയണേ. ലിജോ ടീച്ചർ വരില്ല. ഇവന്റെ ക്ലാസ്സിലെത്ത് മുന്നൊരു ലിജോ എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ ഇപ്പൊ മാറി പുതിയൊരു ടീച്ചറെ വന്നേ. അപ്പൊ ആ ടീച്ചറെ ഒന്ന് പരിചയമാവണേക്കാളും മുന്നേ അവന് വയ്യായി വിടുവിട്ടു. അപ്പോൾ ഇവന്റെ ക്ലാസ്സിൽ പോക്ക് നടന്നില്ലേ. അപ്പൊ അവനൊരു പേടി, ടീച്ചർ ചീത്ത പറയോ എന്തെങ്കിലും ചെയ്യുന്നു. അല്ല അതിട്ടാ അപ്പം അങ്ങനെ. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളുണ്ട്. മറ്റേ ഇന്ന് മുളകൊക്കെ പാകമായി നിൽക്കുന്നുണ്ട്, അതൊക്കെ പൊട്ടിക്കണം. റോസയുടെ കമ്പൊക്കെ ഒന്ന് ട്രിം ചെയ്യണം. അങ്ങനെ കുഞ്ഞു ക്ലീനിങ് പരിപാടികളുണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. എൻ്റെ എല്ലാ പണി തുടങ്ങുന്നേക്കാളും മുൻപ് ഞാൻ ഈ മീൻകുട്ടികൾക്ക് തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളാണ്. തൃശ്ശൂർ ഇതിന് പിലോപ്പി എന്നൊക്കെ പറയാം. ഈ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ വിറ്റങ്ങൾ കൂട്ടത്തോടു കൂടി വന്ന് ഈ തീറ്റ തിന്നണം കാണാൻ തന്നെ ഭയങ്കര രസം. 2-3 മാസം കൂടിയും കഴിഞ്ഞാൽ ഇവർ വലുതായി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് തന്നെ ഇവരെ വളർത്തണം കേട്ടോ. അത് വാഴയിലയിൽ പൊള്ളിച്ച് കഴിക്കും. നല്ല ടേസ്റ്റാണ്, ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ചതിൻ്റെ അത്രയ്ക്കൊക്കെ ഇല്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് കഴിക്കാൻ. ഇതാണ് എൻ്റെ കുഞ്ഞു കാർട്ടൻ കേട്ടോ. കൂടുതലും റോസാപ്പൂക്കളാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ മുളകും ഞാൻ വളർത്താറുണ്ട് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ. പിന്നെ എടുക്കാമല്ലോ, പിന്നെ പുറത്തുനിന്ന് അതിന് വാങ്ങണ്ടല്ലോ. അടുപ്പിച്ച് മഴയായിരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് മുളകൊന്നും പൊട്ടിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങാനേ തോന്നാറില്ല. അപ്പോൾ ഇപ്പോഴാണ് പൊട്ടിക്കണമൊക്കെ. ചുവപ്പ് കളറായി, മുളകൊക്കെ പഴുത്തു. അപ്പോൾ പഴുത്താലും ഞാനിതൊക്കെ ഒന്ന് പറിക്കട്ടെ കേട്ടാ. കണ്ടോ, കുറച്ച് മുളക് കിട്ടിയുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനം പൊട്ടിച്ച് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മനസ്സിനൊരു പ്രത്യേക സുഖമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റോസാ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പൂവുണ്ടായി കഴിഞ്ഞിട്ട് കൊഴിഞ്ഞു പോയതിന് ശേഷം ആ തണ്ടടക്കം നമ്മൾ കുറച്ച് ഇറക്കിയിട്ട് നമ്മളത് വെട്ടിക്കളയണം. പിന്നെ ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വളരുന്ന കളകളൊക്കെ ഉണ്ടാവും, ആവശ്യമില്ലാത്ത കുറേ പുല്ലുകളൊക്കെ വളരും. അതൊക്കെ നമ്മൾ പറിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ ഈ ആവശ്യമില്ലാതെ വളരുന്ന പുല്ലൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ ചെടിയുടെ ഗ്രോത്ത് കുറയും. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കുറേ റോസപ്പൂക്കൾ ഉണ്ടാവാൻ തേയിലച്ചണ്ടി ഇട്ട് കൊടുക്കാം, ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കാം, മീൻ കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം, മുട്ടയുടെ തൊണ്ട് ഉണക്കി പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല നല്ല പൂക്കൾ നല്ല കളറിലും മണത്തിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനിടയിൽ ഞാൻ ആദൂട്ടിനെ വിളിച്ചൊന്ന് മണപ്പിച്ച് കൊടുത്തു. ഇത് അത്യാവശ്യം മണമുള്ള പൂവാട്ടാ. ഒരുപാട് പൂവുണ്ടാവാൻ വേറെ വഴികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചോളൂ കേട്ടോ. പൂക്കൾ വളർത്തിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് റോസാപ്പൂ വളർത്തിയിട്ടും 10 മണിപ്പൂ വളർത്തിയിട്ടാട്ടോ. ഇതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആദൂട്ടിനാണെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി അപ്പം എൻ്റെ പിന്നാലെ വന്ന് നിൽക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്നെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അതൊന്നുമല്ല, അവനെ തന്നെ വീടിൻ്റെ ഉള്ളിലിരിക്കാൻ പേടിയാണ്. അവന് എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താലും അവൻ്റെ അപ്പേനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്താല്ലേ, സാധാരണ ആൺപിള്ളേർക്ക് അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാവും എന്നൊക്കെയാണ് പറച്ചിൽ. പക്ഷെ ഇവൻ്റെ കാര്യത്തിൽ അത് തെറ്റി. പക്ഷെ എൻ്റെ ആൻ്റപ്പന് എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. ആ ഒരു കാര്യത്തിലുണ്ട് സന്തോഷം. പിന്നെ എൻ്റെ അമ്മയ്ക്ക് അപ്പേനെ ഇഷ്ടം, അമ്മേനെ ഇഷ്ടം. അവളിപ്പോൾ ഇത്തിരി വലുതായല്ലോ, 6ാം ക്ലാസ്സിലായല്ലോ. ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞു. കാട്ടിത്തരാം. എല്ലാ പണികളും കഴിഞ്ഞോ. മറ്റേ പുല്ലൊക്കെ ഒന്ന് വലിച്ചപ്പുള്ളിക്ക് അങ്ങനെ നമുക്ക് വയർത്തു. കാരണം മഴയുടെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുല്ല് കറക്റ്റ് പറിക്കാനായിട്ടുള്ള സമയത്ത് ചെറുതായിട്ട് വെയിലുദിച്ചു. അപ്പം ഇത്തിരിയൊക്കെ വയർത്തു. അങ്ങനെ അപ്പം കയ്യിലൊക്കെ പൊടിയൊക്കെ ഞാനതൊക്കെ കഴുകിയൊക്കെ കളഞ്ഞു. അങ്ങനെ നമുക്ക് കുറച്ച് മുളക് കിട്ടി. അത് ഉജ്ജ്വല എന്ന് പറഞ്ഞിട്ട് മുളകായിരുന്നു. അപ്പം ഞാനത് കഴിഞ്ഞ പ്രാവശ്യത്തെ നാട്ടിലേക്ക് ഈ 2 മാസത്തെ വെക്കേഷന് പോയപ്പോൾ നട്ടിട്ടൊക്കെ പോയതാ. നാട്ടിൽ നിന്ന് വരുന്നപ്പോഴേക്കും
അതൊരു ജാതി കുരുടിപ്പ് പോലെയൊക്കെ ആയി. അപ്പോൾ അതിനൊരു ബുവേറിയാന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞു, ഇനി അത് പോയിട്ട് വാങ്ങിയിട്ട് അതൊക്കെ മുളകിനെ കുട്ടപ്പന്മാരാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഒരു ഉജ്ജ്വലിപ്പില്ലാണ്ടിരിക്കണേ, ആകെ കുരുടിച്ചൊരു വൃത്തിയില്ലാണ്ട്. കാരണം ഫോട്ടോയിലൊക്കെ നമ്മളത് നോക്കിയിട്ടൊക്കെ വാങ്ങിയത്, ഫോട്ടോ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ നല്ല മുളക് ഇങ്ങനെ നല്ല വലിയ മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്ന പോലെയൊക്കെയാണ് ഫോട്ടോയിൽ. ഇതിൽ അങ്ങനെയൊന്നും ഇല്ല. കാരണം ഞാൻ നാട്ടിൽ പോയപ്പോൾ അതിൻ്റെ വളടലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ മുടങ്ങിപ്പോയി. ഞാൻ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസും കലക്കി കൊഴിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. അപ്പോൾ പിന്നെ എപ്പോഴും മഴയല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ മഴയൊക്കെ ഒന്ന് മാറിയെന്ന് വിചാരിച്ചിട്ട് നിന്നതാ. അപ്പോൾ അതേ ഇപ്പോൾ വീണ്ടും മഴയ്ക്കുള്ള കോളൊക്കെ വരുന്നുണ്ട്. തൊട്ടിരുന്ന ഭക്ഷണം കഴിക്കൽ അവൻ്റെ അപ്പേരെയും ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ കഴിയൂട്ടോ. കാലത്ത് അവർ കഴിക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവനും കഴിക്കും. ഇപ്പം ഞാൻ കഴിക്കുന്നത് പച്ചമുളക് അവനെ പിടിച്ച് കൊണ്ടുവന്നേ, അപ്പോൾ എരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശിവ എന്ന് പറഞ്ഞിട്ടുള്ള കാർട്ടൂൺ ചാനൽ അവന് ഭയങ്കര ഇഷ്ടം. അതപ്പോൾ ഞാൻ വെച്ചു കൊടുത്തിരിക്കണേ. ഈ ശിവ എപ്പോഴും സൈക്കിളും കൊണ്ട് നടക്കും. അതേപോലത്തെ സൈക്കിൾ വാങ്ങി കൊടുക്കണം എന്നാണ് അവൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ്. നടക്കുക എന്തോ. അപ്പോൾ ഈ ചെടി പുല്ല് പറിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ വയർത്ത് കേട്ടോ ഞാൻ. അപ്പോൾ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ തലയിൽ നോക്കിയപ്പോൾ വേണ്ട എനിക്ക് കാണാമെന്നുണ്ട് ഭയങ്കര താരനായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു താരൻ കളയാനായിട്ടുള്ള റെമഡി എനിക്കറിയാം. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിയുടെ കൊച്ചിന് ഇങ്ങനെ താരം വന്നിട്ട് ഞാൻ റെമഡി ചെയ്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു. എൻ്റെ തലയിൽ ഇതൊരു പ്രാവശ്യം ഞാൻ കുറേ നാൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഇങ്ങനെ വേറെ ഒന്നും വന്നിട്ടൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാൻ ആകെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആകെ 1-2 പ്രാവശ്യം തല കുളിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ തല കുളിക്കണതാണ്. എന്തെങ്കിലും ഹെയർ പാക്കൊക്കെ ഇട്ടിട്ട് തല കുളിക്കും. അപ്പോൾ ഇന്നങ്ങനെ ഈ ആഴ്ചയിൽ അതൊന്നും നടന്നിട്ടില്ല. അത് കാരണമാണെന്ന് അറിഞ്ഞുകൂടാ. തലമുടിയിലൊക്കെ ഭയങ്കരമായിട്ട് തലമുട്ടിയിൽ ഭയങ്കര താരൻ. അപ്പോൾ താരം കളയണം. അപ്പോൾ നമുക്ക് താരങ്ങൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ തലമുടി ഇങ്ങനെ ഓരോ വാച്ചിലാക്കി എടുത്ത് ഒരു ചീർപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കിയെടുക്കണം. തലമുട്ടിയിൽ നിന്ന് താരനങ്ങ് ഇളക്കി ഒന്ന് വെക്കണം. എന്നാലാണ് നമ്മൾ ഈ റെമഡി ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് പോവുള്ളൂ കേട്ടോ. എൻ്റെ താരനൊക്കെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് തലോട്ടിന്ന് ഇങ്ങനെ നമ്മൾ പൊട്ട ചെറുപ്പമാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി. നല്ല ചെറുപ്പൊന്നും എടുക്കല്ലേ. കാരണം ഈ ചെറുപ്പം പിന്നെ വേറെ ആർക്കും ഉപയോഗിക്കാനും കൊടുക്കരുത്. കാരണം നമ്മുടെ തലയിൽ താരനൊക്കെ ഇങ്ങനെ ചെയ്തതല്ലേ. അപ്പം വേറെ ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് പകരാൻ സാധ്യതയുണ്ട്. ഈ താരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കളയണേ. കാരണം താരം തലയിൽ ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ അത് ഈ നെറ്റിയിലൂടെയൊക്കെ പിന്നെ ഇവിടെ കുരുക്കൾ, അങ്ങനെ ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ കുരുക്കൾ വരും, മുഖത്ത് കുരുക്കൾ വരും, മൂക്കുമ്പോൾ കുരുക്കൾ വരും, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആദ്യം താരൻ്റെ സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം റെമഡീസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് നോക്കാം. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് തൈരാണ്. ഇന്നലെ ഞാനത് ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയ തൈരാണ്. മിൽക്കി മിസ്റ്റാണ് എനിക്കിഷ്ടം. നല്ലൊരു കട്ട തൈരാണ്. ഞാനൊരു നമ്മുടെ തലമുടിക്ക് അനുസരിച്ച് ഞാനപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കണ്ടേ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ അതൊരു 1/2 ലെമൺ അത് അതിലേക്ക് ആക്കണം. നമ്മൾ നാരങ്ങ നീര് തന്നെ ഒരിക്കലും യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ട് പരീക്ഷിച്ചിട്ടുള്ളതാണ്. ഇത് അങ്ങനെ തന്നെ എനിക്ക് കിട്ടിയതാണ്. പക്ഷെ നല്ല മറ്റേ ഒറ്റ യൂസിൽ തന്നെ മാറും. അത് ഞാൻ നിങ്ങൾക്കിന്ന് നിങ്ങൾക്ക് ഈ തെളിവ് സഹിതം കാട്ടിത്തരാം. 1/2 ലെമൺ നമ്മളിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക. ഇവിടെ ഇത്തിരി ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടോ. അത് ഇത്തിരി കൂടിപ്പോയി ലൈറ്റ്. അത് കാരണം ശരിക്കൊരു ക്ലാരിറ്റി കിട്ടണില്ല. എൻ്റെ ഇതിലേക്ക് തന്നെ നമ്മൾ എത്ര ടീസ്പൂണാണോ തൈരെടുത്തത് അത്രയും ടീസ്പൂണ് തന്നെ നല്ല വെളിച്ചെണ്ണ
മായമില്ലാത്ത വെളിച്ചെണ്ണയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ആക്കാനായിട്ട് ഇത്തിരി സമയം എടുക്കും, നല്ല മിക്സ് ആക്കണം. എൻ്റെ മിക്സിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനൊരു 3-4 മിനിറ്റ് എടുത്തു നന്നായിട്ട് മിക്സ് ആക്കാനായിട്ട്. എന്നിട്ട് ഓരോരോ വാച്ചിലെടുത്ത് നന്നായിട്ട് ഇതങ്ങ് തേച്ച് കൊടുക്കാം. മുടിയുമ്പോൾ ഒന്നും തേക്കണ്ട, തലോട്ടിയിൽ മാത്രം തേച്ചാൽ മതി കേട്ടോ. തുമ്പത്തൊന്നും അല്ലെങ്കിൽ സാധാരണ ഹെയർ പാക്കൊക്കെ മുടിയിൽ തുമ്പത്തൊക്കെ തേക്കണം എന്ന് പറയും. ഇത് തലോട്ടിയിൽ മാത്രം തേച്ചാൽ മതി. താരം നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ നന്നായിട്ടുള്ളതെന്ന് തോന്നുന്നത് അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ തലയിൽ നന്നായി തേച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ തലമുടി അമ്മക്കെട്ട് കെട്ടി വെക്കണം. അതൊരു അരമണിക്കൂർ നമ്മൾ വെക്കണം, എന്നിട്ട് കാണാം. ആ അരമണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ ക്ലീനിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അടിച്ചു വാരി തുടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കാനായിട്ട്. എത്രയൊക്കെ വൃത്തിയിൽ അടിച്ചു വാരിയാലും നമ്മുടെ കണ്ണിൽ പെടാത്ത തലമുടികൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അത് തുടയ്ക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ പെടുക. അത് കുരിഞ്ഞു നിന്ന് പറക്കലാണ് ഏറ്റവും വലിയ പ്രയാസമുള്ള ജോലി. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ ഇതേപോലെ മുടി പറക്കൽ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. എന്തൊക്കെ ജോലികളല്ലേ കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എടുക്കണേ. ഏതെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാലും ഓരോരുത്തർക്ക് ചോദിക്കാൻ തോന്നണേ, നിനക്ക് എന്തായിരുന്നു ഇത്രയും വലിയ പണി ഇവിടെയെന്ന്. കഷ്ടല്ലേ. ഇപ്പോൾ കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അവസ്ഥ. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല മൈൽഡ് ഷാമ്പു ഉപയോഗിക്കുക. പിന്നെ എല്ലാവരും ചെയ്യണ്ടാവായിരിക്കും, പക്ഷെ ഞാൻ കുറേ നാൾ മുൻപ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യം. ഞാൻ ഷാമ്പു ഇട്ടിട്ടേ കണ്ടീഷണർ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അത് ആരും ചെയ്യല്ല കേട്ടോ, കാരണം കുറേ പേർക്ക് അറിയായിരിക്കും. എന്നാലും എൻ്റെ ഒരു അറിവ് ഞാൻ പറഞ്ഞു തരാം. ഷാമ്പു ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്നല്ലെങ്കിൽ ആ ബ്രാൻഡിൽ തന്നെയുള്ള ഒരു കണ്ടീഷണർ അത് നിങ്ങൾ ഫസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണേ. അപ്പം ഈ പൊട്ടിപ്പോകുന്ന ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ആ ടെക്സ്ചർ തന്നെ മാറും, മുടിയില നല്ലൊരു മാറ്റമായിരിക്കും. അപ്പോൾ കുളി കഴിഞ്ഞ് വന്ന് ഉണങ്ങി കാട്ടിത്തരാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഞാൻ എന്തായാലും തേക്കാറുണ്ട് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അങ്ങനെ തേക്കുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. നമ്മുടെ സ്കിന്ന് ശ്രദ്ധിക്കും, നമ്മുടെ ഹെയർ ശ്രദ്ധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സോളിൻ്റെ കാര്യം. ഞാനത് കാരണം കുറച്ച് നേരം പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അത് ഭയങ്കര മാറ്റമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിലൊരു മാറ്റം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സമാധാനം വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് മനസ്സമാധാനം എന്ന് പറയുന്നത്. അത് പ്രാർത്ഥിച്ച് നോക്കിയേ ഭയങ്കര സമാധാനം വരും. ഞാൻ ഭയങ്കര വലിയ പ്രാർത്ഥനയൊന്നുമല്ല ചെയ്യാറ്. ആകെ അറിയുന്നത് ഒരു ജപമാല പ്രാർത്ഥന അറിയും. പിന്നെ അറിയുന്നത് ഞാൻ കുറച്ച് നേരം വചനം വായിക്കും. പിന്നെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടോ. നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ടല്ലോ, അതിന് നന്ദി പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതെടുത്ത് കാണലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് ആ ശിവ കാണിക്കുന്ന പോലെ 5 സ്റ്റെപ്സൊക്കെ എനിക്ക് കാട്ടിത്തരാണ്. താരൻ പോയോ ഇല്ലയോ എന്ന് ശരിക്കും കാണണമെങ്കിൽ മുടി നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയിട്ട് ഞാൻ കാട്ടിത്തരാം. അപ്പോഴേക്ക് ഞാൻ പാൽ ഉറൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അത് കുപ്പിയിലാക്കണം, അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് പുളിച്ച് പോവും. അങ്ങനെ ഇന്നത്തെ എൻ്റെ പ്രയറൊക്കെ കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തേക്ക് കഴിക്കാനായിട്ടുള്ള മുട്ടക്കറിയായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ. പുഴുങ്ങിയ മുട്ട ഓരോന്ന് ഇങ്ങനെ സ്റ്റൈലിടണത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെ വീഡിയോ ഉണക്കാൻ മറന്നുപോയി. ഓട്ടെ, അടുത്ത പ്രാവശ്യം ശരിയാക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വറവ് കാണും കേട്ടോ. ഇന്ന് മീൻ വറുത്തതായിരുന്നു. മിക്കവാറും ദിവസം മീൻ വറുത്തതാവാറ്. പിന്നെ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ നമ്മൾ കഴുകി വയ്ക്കും. കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത് ഒരു അക്ഷയപാത്രം പോലെയാണ്. എത്ര തീർന്നാലും വീണ്ടും വന്നുകൊണ്ടിരിക്കും പാത്രങ്ങൾ. അങ്ങനെ മുടി എൻ്റെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. താരനൊക്കെ നന്നായിട്ട് പോയിട്ടാ കണ്ട. ഇനി വരാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പണി. ഈ തൈര് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴേ ഭയങ്കര നല്ലതാണ് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ വേണ്ടി. നല്ല സ്മൂത്ത് ആവാനും നല്ല പ്രോട്ടീനൊക്കെ കൊടുക്കും നമ്മുടെ മുടിക്ക്. അങ്ങനെ ഉച്ചതിരിഞ്ഞ് 5 മണിയായി. എൻ്റെ ട്യൂഷൻ കുട്ടികളൊക്കെ വന്നു കേട്ടോ. ഞാൻ ചെറുതായിട്ട് ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിൽ. 3 പിള്ളേരുള്ളൂ, പിന്നെ എൻ്റെ 2 പിള്ളേരും. അങ്ങനെ മൊത്തം 5 പിള്ളേർ. ആദ്യട്ടനും വന്നിരിക്കും. അവനെ ഞാൻ ട്യൂഷനായിട്ടൊന്നും കൂട്ടണമെന്നില്ല. അവനെ ഞാൻ അടുത്ത വർഷം മിക്കവാറും ഞാൻ LKG ഇരുത്തും. അതുകൊണ്ട് ഞാൻ അവനെ വല്ലാണ്ട് ഇപ്പോൾ കമ്പൽ ചെയ്ത് പഠിപ്പിക്കണമെന്നില്ല.
അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലേ. അത് മാത്രമല്ല നമുക്കുള്ളൊരു അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു സഹായമാണ്. ഞാനും ചെറുപ്പത്തിൽ ഒരുപാട് ട്യൂഷന് പോയിട്ടാണ് പഠിച്ചേക്കണം. ഈ ട്യൂഷൻ എടുക്കുമ്പോൾ നമുക്കൊരുപാട് അറിവ് കിട്ടുമെന്ന് ഈ ട്യൂഷൻ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹെയർ കെയർ വീഡിയോ നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡിയാണ് കേട്ടോ. താരന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കണം കേട്ടോ, പ്രത്യേകമായിട്ടൊന്ന് അറിയിക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. ടാറ്റാ. Tata. Tata. Like, share and subscribe.